റജുവാൻ ഇതാ വന്നിരിക്കുന്നു. റൈഡർ റജുവാൻ, എന്തൊക്കെയുണ്ട് റജുവാൻ വിശേഷങ്ങൾ? ഹൗ ഡു യു ഡു? വെരി ഫൈൻ. ഒരു ഹായ് പറയും ബ്ലോഗിന്. പ്രിയപ്പെട്ട നാട്ടുകാരെ, അങ്ങനെ എടുത്തോ റജുവാൻ, വാ നമുക്ക് വ്ളോഗിൽ സ്റ്റാർട്ട് ചെയ്യാം. ബൈക്കിന്റെ റൂട്ടാ? പക്ഷെ ഇങ്ങോട്ട് കറക്റ്റ് കിട്ടുമല്ലോ. ഞാൻ ബൈക്കിലെ റൂട്ട് ബൈക്കിൽ വെച്ചാൽ വേറെ റൂട്ടൊന്നും ആ ഇവിടെ ആകെ ഇതിൽ കൂടി വണ്ടി വരും, അതിൽ കൂടി വണ്ടി വരും. അതായത് ചെറിയ ചെറിയ റൂട്ടുകളുണ്ടല്ലോ. അപ്പൊ അംഗൻവാടിന്റെ റൂട്ടൊക്കെ അങ്ങനെ എടുക്കല്ലേ, അംഗൻവാടികളുടെ റൂട്ട് കൊണ്ടുപോയി അങ്ങനത്തെ റൂട്ട് കൂടെ കൊണ്ടുപോന്നെ വെറുതെ ഓരോ റൂട്ട് എടുത്തിട്ടും ചെയ്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ വ്ളോഗ് ഒരു ഇഫ്താർ വ്ളോഗാണ്. IDC ഇഫ്താർ അതല്ല, നോമ്പിന് വേറെ വ്ളോഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അല്ല എന്തുണ്ടായിക്കൂടെ, ഷൂട്ടിന് പോകേണ്ട വ്ളോഗ് ഉണ്ടായിക്കൂടെ? ഈ നേരത്തെ ഇതേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മുടെ IDC കുട്ടികളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ റിട്ടയർ ആയ തന്തകളാണ്. ഇവർ റിട്ടയർ ആവാൻ പോണ തന്തകളാണ്. ഇന്നലെ നമുക്ക് ബിഹൈൻഡ് ദ സീൻ ക്യാമറമാനെ കാണാം. ഓ കൺഗ്രാറ്റുലേഷൻസ്. 1x എടുത്തോട്ടോ, കുറച്ച് കിട്ടുന്ന എടുത്തോ. നമ്മൾ വാ, അല്ല 1x ക്ലിയർ എന്താ പറഞ്ഞ അത് ഉള്ളിൽ ക്ലിയർ ഉണ്ടാവില്ല. ഇത് ഗപ്പില്ല, ഇത് തിലോപ്പി കുട്ടികൾ. നമുക്ക് വേറെ സാധനം വെച്ചിട്ടേ ബാ. റജുവാന് ബാക്കിൽ വന്നിട്ടോ. അല്ല നസുവാനെ ആ ഉണ്ടോ ഉണ്ടോ. വെല്ലിപ്പാന്റെ സൃഷ്ടികളാണ് ഇതെല്ലാം. റോസ സമയത്താ ഓളെന്താ പെറുക്കി തിന്നണതാ? ഓക്ക് മുമ്പില്ല ഇതല്ലേ പറയാ മീനില്ല. ഇങ്ങോട്ട് വായോ. ആ ചാടിക്കോ. ചാടിനെടുത്തോ ഇങ്ങോട്ട് വായോ. ഞാൻ അവളോട് ഇന്നലെ മീൻ പിടിക്കാന്ന് പറഞ്ഞപ്പോള് മീനാ ഒന്ന് പോടാറ കഴിച്ച് വെറുതെ തള്ളുന്നൊക്കെ. ചെറിയ മീനാണ് പുറത്തുണ്ട്. എവിടെ ഇരുന്നു പറഞ്ഞു ഇത് ചെറിയ മീനല്ല, ചിലപ്പോ മുങ്ങി ചാവൂല. ഇത് നമ്മൾ ആദ്യം കുളിച്ചിരുന്ന സ്വിമ്മിംഗ് പൂൾ ഹൈഡ്രോഫോബിയ. Brother no, my grand prize was rich എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ? ഓ നമുക്ക് ബാക്ക് കൂടി പോവാം. ആയിക്കൂടി അവിടെ ചില ബ്ലറായിട്ട് വരും ചിലപ്പോ. സെൻസിറ്റീവ് ഒബ്ജക്ട്സ് കുറച്ച് വിട്ടു പിടിച്ചിട്ടോ. വൈഡിലെടുത്തോ. ഇനി ഹാർഡ് വർക്കിംഗ് ആൾക്കാരെ ഞാൻ പറഞ്ഞ ഫ്ലാഷ് അടിക്കാൻ പൊളിക്കും. ഇനി പണിയെടുക്കണ കുട്ടികളെ കാണിച്ചു കൊടുത്തോ. വ്ളോഗ് തട്ടം പ്രശ്നമാണോ? ആ പ്രശ്നമല്ല. സുഹൃത്തുക്കളെ വൈകിട്ടൊക്കെ സഹല ചപ്പാട് സഹല എന്തുണ്ടാക്കണേ? സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ കാരമൽ പുഡിങ് എൻ്റെ ഒരു സ്പെഷ്യലാണ്. അപ്പോ വേറെന്ത് പറയാനുള്ളത്? അടുത്തടുത്ത് ഇവിടെ നാലാൾക്ക് നിക്കാനുള്ള സ്ഥലമുണ്ട്. സോയില അതാ സോയില് അടിപൊളി പരിപാടിയില്ല.
നമ്മളെല്ലാരും ശരിക്കും നടുവിലല്ല ഉണ്ടാവുക ഇവന്റെ തലക്കേന് നമ്മള് കൊറേ തപ്പി ഇതിൽ കാണാഞ്ഞിട്ട് ഇതുപോലും അറിയില്ല. ദിസ് ഇസ് സക്സസ്ഫുൾ സാധനങ്ങളാണ്. ഇത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഗ്യാരണ്ടി ആണ്. ഇന്റർവെൽ മെയിൻ. നീ എവിടാ? നീ എന്തുണ്ടാക്കണ? ഞാന് ഉള്ളേരി. നീ ഉള്ളേരി മെയിൻ കുക്കറോട് ചോദിച്ചാ? മെയിൻ ഷെഫ് പണ്ടാരി. എന്താ എരുമേലെ മാഗ്നേറ്റ് ചെയ്തോ? ഇവിടെ സ്ഥലല്ലേ നിക്കാന്? ഇത് നോക്കൂടെ നിക്കാൻ സ്ഥലം ഉണ്ടോ? അത് കാണിച്ചു കൊടുത്താ ഇജ്ജ ബ്ലോഗ് പിടിച്ചാ പിന്നെ ആംഗിൾ കുറച്ച് ഡിഫറെന്റാ. എന്നാ ചെയ്യ് നിക്കാൻ സ്ഥലല്ല, വേർത്തിട്ടോ. എടാ കുറച്ച് ലൈറ്റ് പിടിക്കാൻ പേര് സുഹൃത്തുക്കളെ. ഇവിടെ ഭയങ്കര കുറച്ച് ഇവിടെ എന്താ ഒച്ചപ്പാടും ബഹളം ഒരു കഥയാണ്. വല്ല കിട്ടിക്കണത് അജ്മലിതാ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, ഒന്ന് ഒതുങ്ങിക്കോട്ടെ. ഇപ്പൊ ഫുൾ റഷില്ല. അപ്പൊ സമയത്ത് 4:10. ഒന്ന് കാമായിട്ട് നമുക്ക് വ്ളോഗ് തിരിച്ചു വരാം. നമുക്ക് എല്ലാവരും എന്നിട്ട് പരിചയപ്പെടുത്താം. ഒരാരും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാം. അത് ഇന്നേ അറിയുള്ളൂ, ഇന്നും അറിയേണ്ടവരുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അതെ, ഇവർ പിന്നെ ആദ്യം പരിചയപ്പെട്ടു. അപ്പോൾ കാണാം സുഹൃത്തുക്കളെ. ജിഷാൻ ഇതാ വരുന്നു. ജിഷാനെ മിനിച്ചു. ഓ ഒന്ന് ഒതുക്കിയിട്ടാലും നൈസാവും. എല്ലാരും എന്താണ് പറഞ്ഞിട്ട് വരില്ലേ? എന്നിട്ട് ഈ മാത്രമാണ് പറഞ്ഞിട്ട് നല്ലൊരു എന്നിട്ട് പർദ്ദ എവിടെ? എത്താപ്പത് കഥ. എന്താ റോസേ? ഇത് കാരമൽ പുഡിങ്ങിന് ഇടാന്. ഒന്നൂടെ. ഓ സീനാണല്ലോ കുക്കൊക്കെ. എല്ലാരും സീനാ. പിന്നെ കഴിവ് കുക്ക് ചെയ്യാൻ കഴിവില്ലാത്തവരൊക്കെ ഇവിടെ ഇരിക്കുക അല്ലെ? കസാര കഥ. അത് എന്താന്നറിയില്ല ഗൈസ്. രണ്ടാൾക്കാർ ഇവിടെ വയറ് തപ്പി ഇറങ്ങിക്കണേ. എന്താ സാധനം? എന്താ അടുത്തോ? യൂസ് ചെയ്തോ? ഇത് മുറിക്കേണ്ടി വരുമോ? ആ അപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഉരുക്കോ? ആ എന്നാ ചെയ്തോ. BCA പഠിച്ച് ഉപകാരം ഉണ്ടായില്ലേ? ഞാൻ ആയിരുന്നു. ഓ ഇജോ ഇലക്ട്രീഷ്യൻ ആവുഞ്ഞോ? ഒരിക്കലും ഇല്ല വല്ലയാ. ഉള്ളി ആ ഇത് വെച്ചായിക്കൂടെ.
ഇത് നമ്മളെ ഇത് ഫുള്ള് പൊളിഞ്ഞടിതാ കാറ്റത്ത്. ഇപ്പൊ എന്നൊക്കെ ഫോട്ടോഷൂട്ട് എടുത്ത സീനാവൂലേ? ഈ വ്ളോഗ് വല്യമ്മ ഇമ്മ കണ്ടതിന്റെ ചീത്തരും. എന്താണ് വ്ളോഗിലേക്ക് കാണിച്ചിട്ട് അറിയാണ്ട്. ഇതൊക്കെ കാണിക്കാൻ പാടുണ്ടോ നോക്കി ചിലപ്പോ. അതെ, ഇത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. യാസ് ബേക്കറി വന്ന സ്ഥലമാണ് ഇത്. അതെ, അതൊക്കെ കാറ്റടിച്ചു ഇതാ. നമുക്ക് എന്തൊക്കെയായി നോക്കി നോക്കാം. ഒരാകെ ഫുൾ എന്താ പറയാ, ഒച്ചപ്പാടും ബഹളും അങ്ങനെയൊക്കെ ഒരു സെറ്റിംഗ് അപ്പാണ് ഇവിടെ. ബാക്കിൽ കൂടി പോയേക്കാം നമുക്ക്. ഇതാ അതാ മുസംബില്ല മുസംബില്ല ഇല്ല മുസംബി വാങ്ങിയിട്ടില്ല. എവിടെ തിന്നില്ല പ്രിപ്പറേഷൻസ് ഒക്കെ? മാങ്ങ മുറിക്കാൻ പോവാണ്. മാങ്ങ കഴിക്കണം. മുന്തിരി വെക്കാൻ കാണിച്ചരാ. അയ്യോ നീയെ പറഞ്ഞ മുസംബി വേണ്ടാന്ന്. നസ്വാൻ വിളി വിളി വിളി. ഇതാണ് നമ്മളെ എക്സ്പെക്ടേഷൻ അല്ലേ? റെഫറൻസ് ഇതിലെത്തും വിചാരിക്കണോ? ഇവിടൊക്കെ പോണ അറിയോ? മണ്ണാരക്കൽ സിറ്റി. അല്ല, നമ്മൾ എന്തിനാ പോണ അറിയോ? മുസംബി ആകാൻ. എന്തിന്? ഇഫ്താറിന് എസ്തെറ്റിക്സിന് മുസംബി കാണാലോ. എസ്തെറ്റിക് ഫീൽ കഴിക്കാനല്ല, കാണാന് ഫീലിനാണ് മുസംബി. മുസംബിന്റെ ഷെയർ ജിഷാനിടും. ഇവർക്ക് കാണാനാണ് ഫുള്ള്. റെഫറൻസ് നോക്കിയാണ് സാധനം സെറ്റ് ചെയ്യണ. ഞങ്ങളങ്ങനെ മുസംബി മേടിച്ചിട്ട് വരാം. ഫുൾ എസ്തെറ്റിക്സ്. എസ്തെറ്റിക് വിട്ട് കളിയില്ല. ഇതെന്ത് സാധനം എന്താ? ഞാൻ കൊറേട്ടാണ് ഷവർമ സാൻഡ്വിച്ച്. ഷവർമ സാൻഡ്വിച്ച്. എടാ എസ്തെറ്റിക് മാറിക്ക് 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 മാറിക്ക്. സാധനം വരുന്നതാ. സുഹൃത്തുക്കളെ, നമ്മള് നോമ്പറന്നു. ഹൈറോസ് വ്ളോഗ് പാളി. വ്ളോഗ് പാളി. എടുത്തോ നമ്മുടെ So guys, we are gonna സഹല്ല പുഡിംഗ് unbox our caramel pudding. ഇത് സെറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ ടേസ്റ്റ് വൈസ് ഓക്കെയാണ്. ബട്ട് ഇറ്റ് ഈസ് ടേസ്റ്റ് ഉണ്ടോ? വെരി ടേസ്റ്റി. മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ. ഞാൻ്റെ ടേസ്റ്റ് ഞാൻ്റെ വാവ് പിടിക്കട്ടോ. വീഡിയോ ആണോ? സംഭവം എന്താ അറിയോ, വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. അതായത് ഇതിപ്പോൾ എൻഡിങ് ഫ്രെയിമാണ്. അതായത് ഇവിടെ ഞാൻ കാണിച്ചൊരു ഒരു മിനിറ്റ്. അതായത് മൊത്തം എന്താ പറയുക, അരിവറി സാധനങ്ങൾ ഉണ്ടാക്കണം, അങ്ങോട്ടാക്കണം. ഒന്നാമത് 12 മണിക്ക് വരാമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ പെരയിൽ 3 മണിക്ക് എത്തുന്നത്. അപ്പോൾ ഫുള്ള് അരിവറി മൊത്തം സാധനങ്ങൾ ഉണ്ടാക്കലും ഇതൊക്കെ ആയിക്കാണ്ട് മൊത്തം റഷ്. ഞാനും റഷ്, എല്ലാവരും റഷ്.
അപ്പോൾ എന്താ വെച്ചാൽ വ്ളോഗ് എടുക്കാൻ ആളില്ല. അപ്പോൾ ഈ വ്ളോഗിനൊരു തലും വാലും ഒന്നും ഇല്ലാത്തൊരു വ്ളോഗാണ്. പക്ഷെ എന്നാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എന്തേലൊക്കെ കിടന്നോട്ടെ മെമ്മറീസിന് വേണ്ടിയിട്ട്. മെമ്മറീസിന് മാത്രം ഇതിലുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ നോക്കട്ടെ എന്തൊക്കെ ഉണ്ടാവും എഡിറ്റ് ചെയ്തിട്ട്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കോളേജിൽ IDC ക്ലബ്ബുണ്ട്. അപ്പോൾ ക്ലബ്ബായിരുന്നു എല്ലാം ഞങ്ങൾക്ക്. അപ്പോൾ അതിലത്തെ നമ്മളെ ജൂനിയേഴ്സും ഉണ്ട്, സബ് ജൂനിയേഴ്സും ഉണ്ട്, അതിൻ്റെ ജൂനിയേഴ്സും ഉണ്ട്. അതിൻ്റെ ജൂനിയേഴ്സ് ഉണ്ടോ അറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ ഓരെല്ലാവരും ഒരു 10-16 ആൾക്കാർ എല്ലാവരും കൂടിയും പറ്റിയവരുള്ളതിൽ വെച്ച് ഒരു നമ്പർ സെറ്റ് ചെയ്താൽ. അപ്പോൾ ലൊക്കേഷൻ തപ്പി എവിടെ ഇല്ല, അങ്ങനെ പെരിയിലെത്തി. അടുത്ത സെറ്റപ്പ് കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ LC ഉണ്ട്. LC വെച്ച് ഓഫ് ചെയ്ത് ചാർജ് ചെയ്യുന്നുണ്ട്. കണ്ട മാല ബൾബൊക്കെ ഇട്ടുണ്ട്. ഫുൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടെ പായൊക്കെ പിടിച്ചിട്ട് എൻ്റെ വീഡിയോസ് ഉണ്ടോയെന്ന് അറിയില്ല, ലാൻഡ്സ്കേപ്പിലൊക്കെ അയക്കാരം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊന്ന് പരിപാടി. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഇത്. സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഇഫ് യു വാച്ച്ഡ്.